ഇത് പ്രസിദ്ധമായ നിലാമുറ്റം മക്ബറ. കണ്ണൂരിലെ ഇരിക്കൂറിനടുത്തുള്ള നിലാമുറ്റം എന്ന സ്ഥലത്ത് വളരെ പഴക്കമുള്ള ധാരാളം മക്ബറകൾ കാണുന്നുണ്ട്. സഹാബാക്കൾ അടക്കമുള്ളവർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതായി ഗണിക്കപ്പെടുന്നു. ചില ഖബറുകളിൽ വളരെ പുരാതനമായ അറബി ലിപിയിൽ ചില ലിഖിതങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇതേവരെയും ആരും വായിച്ചെടുത്തിട്ടില്ല. ഹിജ്റ 80 മുമ്പുള്ള ലിപികളിലാണ് ഈ മുദ്രണങ്ങളൊക്കെയും എന്നാണ് ഗവേഷകന്മാർ പറയുന്നത്. ആധുനികമായ മോടിപിടിപ്പിക്കൽ കൊണ്ട് വിലക്ഷണമാകാതെ പൗരാണികത്വം അതിൻ്റെ തനിമയിൽ തന്നെ നിലനിന്നു കാണുന്ന ഈ മക്ബറകൾ ചരിത്ര ഗവേഷകന്മാർക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇത് പ്രസിദ്ധമായ പൊന്നാനി തോട്ടുങ്ങൽ ജുമാ മസ്ജിദ്. അറബിക്കടലും നിളയും സംഗമിക്കുന്നതിൻ്റെ തെക്കേ അതിരിലായി പുരാതന കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ മസ്ജിദ് എന്നനുമാനിക്കപ്പെടുന്നു. ഈ ലിഖിതം ശ്രദ്ധിക്കുക. ഹിജ്റ 8 നിർമ്മിതമായി എന്നാണ് ഈ രേഖയിൽ പറയുന്നത്. പഴയ കാലത്ത് വാണിജ്യ വിഭവങ്ങളുടെ വിനിമയ കേന്ദ്രമായിരുന്ന പൊന്നാനി തുറമുഖത്ത് കച്ചവട ആവശ്യങ്ങൾക്കു വേണ്ടി എത്തിപ്പെട്ട ആദ്യകാല മുസ്ലിങ്ങൾ സ്ഥാപിച്ചതായിരിക്കാം ഈ പള്ളി. മാലിക് ഇബ്നു ഹബീബും സംഘവും പ്രബോധന ദൗത്യവുമായി ഇറങ്ങിപ്പുറപ്പെട്ട സന്ദർഭത്തിൽ തന്നെ തോട്ടുങ്ങൽ ജുമാ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നാണ് ഈ ചരിത്രാലേഖനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഐതിഹ്യങ്ങൾക്കും ഭാവനാപൂർണമായ സിദ്ധാന്തവൽക്കരണങ്ങൾക്കുമപ്പുറം ഇസ്ലാമിൻ്റെ കേരളത്തിലേക്കുള്ള ആഗമന ചരിത്രത്തിൻ്റെ പ്രാചീനത തെളിയിക്കുന്ന ഈ ചരിത്രശേഷിപ്പുകൾക്ക് നേരെ നമുക്ക് കണ്ണടക്കാനാകുമോ? സഹാബികളടക്കമുള്ള സവിശേഷ വ്യക്തിത്വത്തിനുടമകളായ മഹത്തുക്കളുടെ അന്ത്യവിശ്രമ സ്ഥാനങ്ങൾ നിലനിൽക്കെ അവരുടെ സാന്നിധ്യത്തെ നമുക്ക് തമസ്കരിക്കാനാകുമോ?